ഞാൻ ഇന്നലെ നേരത്തെ എണീച്ചതിന് ആരോ എനിക്ക് കണ്ണ് അതിനെക്കൊണ്ട് ഇന്ന് നല്ല ലേറ്റായി എണീക്കാൻ. അത് ഉമ്മയും ഇല്ല, അതുകൊണ്ട് ആരും വിളിച്ചിക്കില്ല. എണീച്ചിട്ട് നാസ്തയ്ക്കുമ്പോൾ ഇവള് ഇവിടെ നിന്നിരുന്ന ഐസ്ക്രീം നിന്നാ എന്താ ചെയ്യാൻ ഗൈസ്, കുട്ടികൾ വരെ നേരത്തെ എണീക്കാൻ തുടങ്ങി. അങ്ങനെ പിന്നെ നാസ്തെല്ലാം കഴിച്ചിട്ട് നേരെ അടിച്ചു വരാൻ വേണ്ടിയിട്ട് പോയി. എൻ്റെ പുരയും കൂടി ഞാൻ തന്നെ അടിച്ചു വരല കേട്ടോ. അപ്പം നിങ്ങൾ വരെ നിങ്ങളെ പുരയും കൂടി അടിച്ചു വരാൻ നിങ്ങൾ പുറത്ത് നാളെ വെക്കലാണ്. ആ ഒരു കമൻറ്റ് ഞാൻ നിരോധിച്ചിരിക്കുന്നു. അങ്ങനെ ഒരാൾ അടിച്ചു വാരി റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു നോക്കുമ്പോൾ അവിടുന്ന് ബൈപ്പാലും കൊണ്ടുവന്നിട്ട് അവിടെ തേച്ചു മറിച്ച് അത് ക്ലീനാക്കി കഴിഞ്ഞ് നോക്കുമ്പോൾ പിന്നെ ഇവളെ ഒടുക്കത്തെ അഭിനയനും ഗൈസ്. അങ്ങനെ അത് കുറേ നേരം അത് കണ്ടിരുന്നു. ഓളെ കളിയെല്ലാം കണ്ടവർക്ക് ഞാൻ പാല് മറിച്ചിട്ട് ഓള അത് തുടച്ച് വൃത്തിയാക്കി അടുത്ത കുരുത്തക്കേട് കളിക്കാനുള്ള എനർജിക്ക് വേണ്ടിയിട്ട് ഒരു പയോ ഒരു പാലും കൊടുത്തിട്ട് ഇരുത്തി. പിന്നെ ഓളെ കുളിപ്പിക്കാനുള്ള സമയം. എനിക്കിനൊരു സംശയം, ഞാൻ ശരിയായ വീട്ടമ്മയായോന്ന്. അങ്ങനെ ഓളെ കുളിപ്പിച്ച് മാറ്റിക്കൊടുത്തതിന് ഓൾക്ക് സ്പ്രേ അടിക്കൽ നിർബന്ധം. അങ്ങനെ സ്പ്രേയും അടിച്ചു കൊടുത്തിട്ട് അങ്ങനെ ഇത്താത്ത ബിരിയാണി വാങ്ങിയിട്ട് വന്ന്. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, ഓളെ ഇത്താത്താക്ക് കൊടുത്തിട്ട് ഞാൻ ബിരിയാണി എടുത്ത് തന്നു. നല്ല ടേസ്റ്റുള്ള ബിരിയാണിയാണ്. രാവിലെ ഉപ്പ കൊണ്ടുവന്ന ഐസ്ക്രീം അവിടെ ബാക്കിയുണ്ടേനെ. ഓള് രാവിലെ തന്നെ തിന്നും നിങ്ങൾ കണ്ടിക്കില്ല. അത് നല്ല ഐസ്ക്രീം ഒന്ന് ടോക്ക് വേണം പോലും. ഞാൻ പിന്നെ കൊടുക്കൂലേനും, പിന്നെ കുഞ്ഞിയല്ലേന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങ് കൊടുത്തയാ. പിന്നെ എന്നെക്കാളും കൂടുതൽ ഓളെന്നെ തിന്നെ, എന്താ ചെയ്യാൻ ഗൈസ്. ഇനി വെളുപ്പിരല്ലേ കളിക്കുന്നവരില്ലേ, നേരം പോകുന്ന തിരിയേയില്ല. ഇനിയിപ്പോൾ എന്താ, ഇനി വേറെ പണിയൊന്നുമില്ല. അപ്പോൾ കുറച്ച് നേരം വെളുപ്പിരം കളിപ്പിച്ചിട്ട് നേരെ പോയിട്ട് കുറച്ച് കിടന്നുറങ്ങണം. ബിരിയാണി തിന്നതിൻ്റെ മസ്തില്ലേ ഇതുവരെ തീർന്നു. ഞാൻ വീഡിയോ ഓഫാക്കാത്ത കണ്ടതിനെ കൊണ്ട് ഓളെന്നെ നേരെ വന്ന് വീഡിയോ ഓഫാക്കി. അപ്പോൾ ഓക്കെ ബൈ.